ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ പുറത്തുള്ള വയലും കുളവും ചെടികളെല്ലാം കാണിക്കാൻ പോകുന്നു. ഫസ്റ്റ് തന്നെ പേരയ്ക്കാണ്. പേരയ്ക്ക് നിങ്ങളുടെ നാട്ടിലും എൻ്റെ നാട്ടിലൊക്കെ പല പേരുണ്ട്. നിങ്ങളുടെ നാട്ടിൽ പറയുന്നതിൻ്റെയൊക്കെ പേര് കമൻറ്റ് ചെയ്യണം. ഞാൻ അത് കഴിഞ്ഞിട്ട് വരുന്ന കുഞ്ഞ് മാവൊട്ട്, പിന്നെ ദാണ്ട് ഇവിടെ ഒരു അട്ടയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്തുവാ പറയുന്നതെന്ന് പറയണേ. അത് ഒരു ക്യൂട്ട് ബേബി പിങ്ക് റോസയുണ്ട്, അതിൻ്റെ ചെടിയാണത്. അതാണ്ട് ഈ രണ്ടാദ്യം കൂടി ഇങ്ങനെ വന്നോണ്ട് ഇവിടെ അടിപൊളിയായിട്ടൊരു സെറ്റപ്പ് ഉണ്ട് ഗൈസ്. സോ നമുക്ക് ഉള്ളിൽ കൂടെ ഞങ്ങളിത് ഇങ്ങനത്തെ അല്ലാതെ മറ്റേ വേറൊരു സൈസുണ്ട് ഗൈസ്. അതിൻ്റെ പേര് അത്തിയാണോന്ന് എനിക്ക് അറിഞ്ഞൂടെ, പക്ഷെ ഞങ്ങളൊക്കെ അത്തി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതാണ്ട് ഇവിടെ കുഞ്ഞൊരു പേരൊക്കെയുണ്ട് ഗൈസ്, അതിനും ചവിട്ടാതിരിക്കാൻ ഇതും ചെയ്ത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വലിയൊരു പേരയ്ക്ക മരം കാണാൻ പറ്റും. ഇത് പക്ഷേ പഴുക്കുമ്പോൾ നമുക്ക് വലിയ ഉപയോഗമില്ല, കിളികൾ കൊത്തിക്കൊണ്ടത് പോകും. ഇത് ചന്ദനാണ് ഗൈസ്, വെളുത്ത ചന്ദനം. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്, ഇതുവരെയായിട്ട് പിടിച്ചിട്ടില്ല. ഇത് രക്തചന്ദനാണ്. അടിപൊളിയായിട്ട് രണ്ടുപേരും കൂടെ വളർന്നിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കുറേ വാഴപ്പഴങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തേങ്ങയുണ്ട്. പിന്നെ നമ്മൾ പനിക്ക് വരുമ്പം പനിക്കുറക്ക ഇട്ട് നമ്മൾ ആവി പിടിക്കും. ഇവിടെ അവിടെ വയലാണ്. വെള്ളം ഞങ്ങൾ അവിടെ വറ്റിയിട്ടുണ്ട് ഗൈസ്. നല്ല നമ്മളാ മഞ്ഞ് 5 മണിയൊക്കെ ആകുമ്പോൾ മഞ്ഞ് പെയ്യും ഗൈസ്. ഇപ്പം കാണാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും തണുപ്പുണ്ട് ഗൈസ്. താണ്ട് മഞ്ഞ് വെള്ളം ഗൈസ്. അവിടെ നമുക്ക് അങ്ങോട്ട് പോകണ്ട ഗൈസ്. അവിടെ ഫുള്ളും കാടാണ്, കൊതുകുണ്ട്. അവിടെ നെല്ലാണ്. പിന്നെ ഗൈസ് നമുക്ക് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ പേരയ്ക്കാണ് തൊട്ടപ്പുറത്ത് ഒരു ചാമ്പയ്ക്കാണ് ഗൈസ്. ഇത് നമ്മളെ സാധാ ചാമ്പയ്ക്കല്ല, ചുമന്ന ചാമ്പയ്ക്കാണ്. ഇനി അടുത്ത് ഇങ്ങോട്ട് വരുമ്പം വാഴ കാണും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് ഇരുമ്പം പുളി. നിങ്ങളുടെ നാട്ടിൽ എന്തുവാന്ന് പറയണേ. ഇത് ഒടുക്കത്തെ പുളിയാ ഗൈസ്. ശരി തന്നെ കഴിച്ചാൽ മതി. പിന്നെ മണി പ്ലാന്റ് ഗൈസ്, ഇപ്പം വലിയ ഇലയായിട്ടുണ്ട്. കാണ്ട് ഇത് ഇങ്ങനെ വളർന്ന് തറയിലെത്തിയിട്ടുണ്ട്. ഇത് അത്തങ്ങയാണ് ഗൈസ്. മുല്ല, പേരയ്ക്ക, മാങ്ങ. ഇത് വേറെ ഏതാ ചെടി ഗൈസ്, എനിക്ക് ഇതൊന്നും പേരറിയില്ല. ഇത് നമ്മളെ ആപ്പിൾ ചാമ്പയ്ക്ക. ആപ്പിൾ ചാമ്പയ്ക്കാണ് ഗൈസ്. ഇത് വലുതാകുമ്പോൾ അതാണ് വലുതായി ഗൈസ്. ഇതാണ്ട കാശ്, ഇതാണ് ആപ്പിൾ ചാമ്പയ്ക്ക. നമ്മളിത് ഇങ്ങനെ പൊട്ടിക്കാനൊന്നുമില്ല, എനിക്ക് ഇങ്ങനെ വേണമെങ്കിലും. അവിടെ വലിയൊരു കുളമുണ്ട് ഗൈസ്, അങ്ങോട്ട് പോകണ്ട, സ്റ്റേഡിയം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ കുളക്കോഴിയുണ്ട് ഗൈസ്, കുളക്കോഴി. പിന്നെ അവിടെ കുറേ വാഴകളുണ്ട്. ഞങ്ങളിവിടെ തെങ്ങും വാഴയാണ് ഗൈസ് ഏറ്റവും കൂടുതൽ. മീനുണ്ട് ഗൈസ്, കുറേ മീനുണ്ട്. ആമയുണ്ട്, ചേരുണ്ട്, പാമ്പുണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. എന്നിട്ട് ആടെ ഇവിടെ ആയിട്ടൊരു എഴുത്തെല്ലാം അപ്പുറത്ത്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, കുറേ വാഴയൊക്കെ ഉണ്ട് ഗൈസ്. ഇത് നമ്മളെ പാലപ്പൂ പോലത്തെ ഇതൊരു ചെടിയാണ് ഗൈസ്. എനിക്ക് പേരറിയില്ല. അങ്ങനെ കുഞ്ഞു ചീര. ഞങ്ങൾക്ക് ഈ ചന്ദനം കിട്ടുന്നത്
പോയപ്പോൾ കിട്ടിയതാണ്, മേടിച്ചു. ഇത് ഞങ്ങൾ എൻ്റെ വീടിൻ്റെ ബാക്കിലോട്ട് പോകുന്ന ഒരു പാത്താണ്. പാത്ത് ഇവിടെ സൈഡിൽ ഫുള്ളും മരങ്ങളാണ്. ഇത് റോസ, ഇത് നമ്മളെ കറ്റാറ് വാഴ, പിന്നെ ഇത് ബോൾസിയും, പിന്നെ ഇത് നമ്മളെ ചെമ്പരത്തി, ഇത് തുളസി, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു റോസ, അതിനകത്ത് ഇവിടെ ഒരു ചാമ്പയ്ക്കാണ് ഗൈസ്, വലിയ ചാമ്പയ്ക്ക. പിന്നെ ഇവിടെ ചെമ്പരത്തി, അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു ഗൈസ്, സോറി. പിന്നെ ഇവിടെ റോസ, ഇവിടെ നമ്മളെ റംബൂട്ടാൻ്റെ വലിയ മരം, നമ്മളെ ചീരയല്ലോ നമ്മളെ മുരിങ്ങയ്ക്ക ഗൈസ്. മുരിങ്ങയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്, നമ്മളെ മുരിങ്ങയ്ക്കല്ലേ ഗൈസ്, അത് അതിൻ്റെ ലീഫ് ഉപയോഗിക്കാം, അതിൻ്റെ മുരിങ്ങയ്ക്കയും ഉപയോഗിക്കാം, ലീഫ് തോരനാക്കി ഉപയോഗിക്കാം. പിന്നെ അങ്ങോട്ട് നടന്നു പോകാം.